ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാഡ് വൈബ്സ് നോ എന്നുള്ള പേര് മാറ്റിയിട്ട് ശ്രീദേവി ഗോപിനാഥ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എന്നാക്കിയിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസൊക്കെ ഭയങ്കര കമ്മിയാണ്. കുറച്ച് കാര്യങ്ങളുടെ പുറകെ ആയതുകൊണ്ട് തന്നെയാണ് ആ വക കാര്യങ്ങൾക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കണമെന്ന് ഉറപ്പിച്ചു വെച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. ഒന്ന്, നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. ഞാനിതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അതിൽ ഒരു എന്താ പറയുക, ട്രൂ ലവ് ഇപ്പോൾ വളരെ കുറവാണ്. നല്ല മനുഷ്യരിപ്പോൾ വളരെ കുറവാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു കല്യാണത്തിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അപ്പം ഫ്രം ദ ബിഗിനിങ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിൽ ഇപ്പോഴും 10ാം ക്ലാസ് വരെ പെൺകുട്ടികൾ പഠിച്ചാൽ മതി. ഇതെൻ്റെ ഒരു എനിക്ക് കേട്ടറിവുള്ള കാര്യങ്ങളും എൻ്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളും ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തിയാണ്. ഓക്കെ, അപ്പോൾ 10th വരെ പഠിച്ചാൽ മതി പെൺകുട്ടികൾ, അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി. പിന്നെ അടുക്കളയിൽ പോയിക്കോ, അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്തോ. നാളൊരിക്കൽ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ്. അവരെ ദൈവതുല്യരായിട്ട് കാണേണ്ടതാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ലൈക്ക് അമ്മായച്ഛനൊക്കെ സ്വന്തം അച്ഛനും അമ്മയും പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. അതായത് ആ കുട്ടിയുടെ എല്ലാ സ്വാതന്ത്ര്യത്തിനെയും എല്ലാ ആഗ്രഹങ്ങളെയും കുഴിച്ചങ്ങ് മൂടി ഒരു ടൈം പീരീഡ് വരെ വളർത്തി ഇത്രയൊക്കെ മതി. അതായത് കല്യാണ പ്രായമായി, പീരീഡ്സ് കഴിഞ്ഞ ഒരു ടൈം പീരീഡ് ആയി കഴിഞ്ഞാൽ സൊസൈറ്റി ആയിട്ട് വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു ഏജ് ഉണ്ടല്ലോ, 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, ജീവിതം എന്താന്ന് പോലും അറിയാത്ത പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ, മെച്യൂരിറ്റി പോലും ആവാതെ എന്താണ് ഏതാണെന്നൊന്നും അറിയാത്ത ഒരു പ്രായത്തിൽ തന്നെ പിടിച്ചു വേറൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി. എന്നിട്ട് പറയാണ് ഭർത്താവിനെ പൊന്നുപോലെ നോക്കണം, ആ വീട് നമ്മുടെ വീട് പോലെ തന്നെ ആക്കണം, അത് നോക്കണം, ഇത് നോക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്ന കാര്യമില്ല. അപ്പോൾ പെൺകുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പെൺകുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പെൺകുട്ടികൾ ഇത്രേ ചെയ്യാവൂ, പെൺകുട്ടികൾക്ക് ഇത്രേ പറ്റുള്ളൂ എന്നുള്ള ഒരു സൊസൈറ്റി റൂൾ ബുക്ക് ആദ്യം തന്നെ എടുത്ത് വലിച്ചെറിയണം. അതിനായിട്ട് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ ഒരുപാട് പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കില്ലാത്ത ചീത്തപ്പേരുകളില്ല. അഹങ്കാരി, ധിക്കാരി, കുടുംബത്തിൽ പിറക്കാത്തവൾ, അങ്ങനെ കുറെ ടാഗ് പെൺകുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പുരുഷന്മാർ ഈ പറഞ്ഞ മാതിരി സ്ത്രീധനം വാങ്ങിക്കുന്നു. എന്നിട്ട് ഈ സ്ത്രീധനം വാങ്ങിച്ചിട്ട് ആ പൈസക്ക് അവന്റെ കടം വീട്ടുന്നു, അല്ലെങ്കിൽ അവന്റെ വീട് പുതുക്കി പണിയുന്നു, അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഇവനോട് ഒരു 2 ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിലൊന്ന് വന്ന് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ അഭിമാന പ്രശ്നം, ഭാര്യ വീട്ടിൽ നിന്നു എന്നുള്ള ചീത്തപ്പോ എനിക്ക് പറ്റില്ല. അപ്പൊ ആ ഭാര്യ വീട്ടിൽ അവരുണ്ടാക്കി തന്ന പൈസ യൂസ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല, തുടർന്ന് പഠിക്കാൻ സമ്മതിക്കില്ല. ഇത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടം ആണുങ്ങൾ ഉണ്ട് എന്നുള്ളത് 101% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിൽ സഫർ ചെയ്യുന്ന ഒരുപാട് ഭാര്യമാരും ഉണ്ട്. എന്താ പറയുക, തൊണ്ടേ പൊഴുത്ത് ഇറക്കുക എന്നുള്ളൊരു അവസ്ഥയിൽ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു റിയാക്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ച് വീട്ടിൽ പോയാൽ പാരന്റ്സിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് കടവും വിലയൊക്കെ വാങ്ങിച്ച് കെട്ടിച്ച് തന്നതാണ്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും സഫർ ചെയ്യാന്ന് വിചാരിച്ച് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ചില സ്ത്രീകൾ ഈ സൊസൈറ്റിയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, പെൺകുട്ടികളും ജീവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീട്ടിലോട്ട് വിടില്ല, പഠിക്കാൻ സമ്മതിക്കില്ല, ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല. ഒരു റോബോട്ടിക് ലൈഫ്. കാലത്ത് എനിക്ക് അടുക്കളയിൽ പോവുക, ഇയാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, അതിനുശേഷം ഇയാളെ ഓഫീസിലോട്ട് പറഞ്ഞുവിടുക, അത് ഞാൻ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുക, അത് ഞാൻ തിരിച്ചു വരുമ്പോൾ ലൈക്ക് ഇയാളെ സേവിക്കുക, ഇയാൾക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുക്കള പണി മാത്രമേ ഉള്ളൂ. അടുക്കള പണി എന്താ നിസ്സാര പണിയാണോ? ഒരു ഓഫീസിൽ പോയിരുന്ന 2-3 കാര്യങ്ങൾ നോക്കുന്നേക്കാളും എത്രയോ എഫേർട്ട് ഉള്ളതാണ് ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അതൊരു സെക്ഷൻ. പിന്നെ ഉപദ്രവിക്കുക, വൈഫാണെന്ന് വെച്ചിട്ട് സെക്സ് താല്പര്യമില്ലല്ലോ അതിനെ ഹാർട്ട്ഫുൾ ആയിട്ട് സെക്സ് ചെയ്യുക, ലൈക്ക് റൂളിങ്, ലൈക്ക് ഞാൻ ഭർത്താവാണ്, നീ എൻ്റെ ഭാര്യയാണ്, അപ്പോൾ ഞാൻ പറയണ കേട്ട് നിന്നോളം എന്നുള്ള റൂളിങ് സംഭവങ്ങൾ വരാം. തിരിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റാണെന്ന് 100% ഉറപ്പുണ്ടായിട്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരിക. ആകെ മൊത്തം ടോട്ടലി ഒരു ചങ്ങല ഇട്ടങ്ങ് കെട്ടി വലിഞ്ഞിട്ട്, ഇൻവിസിബിൾ ചങ്ങല ഇട്ടങ്ങ് കെട്ടി വലിഞ്ഞിട്ട് ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം ടാഗും കൊടുത്തിട്ട് മൊത്തം തളർത്തിയിട്ടിരിക്കുന്ന ഒരു സംഭവം. എന്നാൽ അവരെ ഒന്ന് മനസ്സിലാക്കാനോ കേൾക്കാനോ കാര്യങ്ങളോ ഒന്നും നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളുകളോട് ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ ഫലവത്താണ്. കാരണം പെൺകുട്ടികൾ കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കുന്തളിപ്പുള്ളൂ ഇങ്ങനത്തെ വേഷം കെട്ട് കാണിക്കുന്ന പല ആണുങ്ങൾക്കും. കാരണം ബോത്ത് ആർ ഇൻഡിവിജ്വൽ, അവർക്ക് രണ്ടുപേർക്കും അവരുടേതായ ഫ്രീഡവും കാര്യങ്ങളും ഉണ്ടെന്നൊന്നും മനസ്സിലാക്കാതെ സപ്പോർട്ട് ചെയ്യാതെ ഒരു അടിമയെ പോലെ താലിക്ക് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നൊരു അടിമയുടെ റോളാണ് ആൾക്ക് അവിടെ കൊടുത്തിട്ടിരിക്കുന്ന എത്രയോ ആൾക്കാരുകളുണ്ടെന്ന് അറിയാമോ? എത്രയോ ആളുകൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ ഒരു ബുക്കിൽ പോയി അങ്ങ് ചേർന്നിട്ടുണ്ടാവും.
വിധി എന്നുള്ളത്. ആക്ച്വലി ഇത് വിധിയാണോ? വിധിയല്ല. നമ്മൾ സംസാരിക്കേണ്ടടുത്ത് നമ്മൾ സംസാരിക്കുക തന്നെ വേണം. ആൻഡ് ഈ പല ആളുകളുണ്ട് ഡിവോഴ്സ് ഉള്ളൂ കാരണം ഉപദ്രവിക്കുക, ഡ്രഗ്സ് സംഭവങ്ങൾ, ഒരു മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിൽ ഉപദ്രവിച്ച് മാക്സിമം ഹറാസ് ചെയ്യുക, ഒരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക. ഈ കുട്ടിക്ക് മാത്രമേ കാര്യങ്ങളെല്ലാം അറിയുള്ളൂ. എന്നാൽ ഡിവോഴ്സ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ വീട്ടിലേക്ക് പറയുമ്പോൾ സപ്പോർട്ട് ഇല്ലായ്മ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക. നാട്ടുകാരെന്ത് പറയുന്നത് വിചാരിക്കുക. ഇത് തന്നെയാണെങ്കിലും ഭർത്താവല്ല, നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുള്ള വൃത്തികെട്ട വർത്താനം കേട്ട് ലൈഫ് നശിച്ച് അവസാനം പോയി സൂസൈഡ് ചെയ്യുന്നൊരവസ്ഥ. ഇതിനകത്തേക്കൊക്കെ എത്തിക്കുന്നത് ഈ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഈ പാരൻസ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കാരണം റെസ്പെക്ട് ഹ്യൂമൻസ്, റെസ്പെക്ട് ലേഡീസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ആണുങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവണില്ലേ എന്ന്. ആണുങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതല്ല എന്റെ ടോപ്പിക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആണുങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതേപോലെ ഒരു വേർഷൻ ഞാൻ സംസാരിക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടന്റ് ആയിട്ട് ചെയ്യാം. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവാണ് എന്ന് വിചാരിച്ചിട്ട് ജപിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ സ്വാസിക ഒരു തവണ വീഡിയോയിൽ പറഞ്ഞു കാല് തൊട്ട്, അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ ഇഷ്ടത്തോടെ അവർ ചെയ്തോട്ടെ, അത് അയ്യേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയെ കൊണ്ട് അത് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുടുംബത്തിന് നാശം എന്നൊക്കെ പറയുന്ന ക്രിഞ്ച് തന്നെയാണ്. അവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആണ്, അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭർത്താവിന്റെ ഒരു അടിമയല്ല. ആൻഡ് വൈഫ് ആയതുകൊണ്ട് തന്നെ വിത്തൗട്ട് പെർമിഷൻ ലൈക്ക് സെക്സ് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം എന്നൊന്നുമില്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്ട് വേണം. പക്ഷെ ഇവിടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം, ഭാര്യ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് സഹിച്ചു സാക്രിഫൈസ് ചെയ്ത് ദൈവതുല്യനായിട്ട് മറ്റേ മാലാഖയുടെ കൂട്ടിലിരുന്നിട്ട് എന്ത് വിഷമം വന്നു കഴിഞ്ഞാലും കാണപ്പെട്ട ദൈവം ഭർത്താവ്. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. ആൻഡ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു റൂൾ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി തന്നെ വേണം. അതൊരു ഭയങ്കര ക്രിഞ്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള പല ഇൻസിഡൻസും ഞാനും കേൾക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് ഇവനൊക്കെ എന്താ വിചാരിച്ച് വെച്ചേക്കണത്, തിരിച്ച് രണ്ടു മൂന്നും പൊട്ടിച്ച അല്ലെങ്കിൽ ഇറങ്ങി പോകുന്ന നേരെ അങ്ങോട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി സ്ത്രീകളെ കിട്ടുന്നില്ല എന്ന് തീരുമാനിച്ച് ഇവനെ പോലത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു ഞാനും ചിന്തിച്ചിട്ടുണ്ട്. സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ റെസ്പെക്ട് ചെയ്യുക, ഒരു ലൈക്ക് എനിക്ക് ബോയ്സിനോട് അല്ലെങ്കിൽ ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് റെസ്പെക്ട് ലേഡീസ്, റെസ്പെക്ട് ഹ്യൂമൻസ്. റെസ്പെക്ട് ലേഡീസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് റെസ്പെക്ട് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങളൊക്കെ ഉണ്ടായത് ഒരു സ്ത്രീയുടെ വയറിൽ 10 മാസം ചുമന്നാണ് നിങ്ങളെ പ്രസവിക്കുന്നത്. നിങ്ങൾ റേസ് ചെയ്തിരിക്കുന്ന ഒരു വുമൺ ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു റെസ്പെക്ട് മറ്റു സ്ത്രീകളിലേക്ക് സ്പ്രെഡ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഇത് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടും പലയിടത്തും കേട്ടിട്ടില്ല. ചില ലൈഫ് സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ ആറ്റുനോറ്റില്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ലവ് മാരേജ് ആയിട്ട് കല്യാണം കഴിപ്പിച്ചിട്ടിട്ട് പിന്നെ കേൾക്കുന്ന കഥകളൊക്കെ വൻ ശോകമാണ്. ആ കുട്ടിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പോഴും ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ ഒരുപാട് ഫാമിലി ലൈഫ് ഈ സൊസൈറ്റിയിലുണ്ട്. ചിലരൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് തിരിഞ്ഞു വരുന്നുണ്ട്, ചിലവരൊക്കെ സൂസൈഡിലോട്ട് പോകുന്നുണ്ട്, ചിലവരൊക്കെ ലൈക്ക് ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയുടെ വിചാരം ഭാര്യ എന്ന് പറയുന്നത് ഒരു ടോയ് ആണ്, അല്ലെങ്കിൽ അടിമയാണ്, എന്നെ സഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ ഇങ്ങനെയാണോ അതേപോലെ നോക്കിക്കൊള്ളണം എന്നുള്ള ഒരു വസ്തുവായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ആ വിഷയം വരുന്നത്. അവന്മാരോടൊക്കെയാണ് പറയുന്നത്. തിരിച്ച് സ്ത്രീകൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയ മറ്റന്മാരെ നിങ്ങൾ അകത്ത് കിടക്കുന്നത് മാത്രമല്ല നിങ്ങൾ എവിടെ പോയി തീരുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ഐ എം ടോട്ടലി അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്.